നമ്മുടെ വീട്ടിൽ വെറുതെ കഴിയുന്ന പൂക്കൾ ഉപയോഗിച്ച് നമുക്ക് സാമ്പ്രാണിയും ഉണ്ടാക്കാം. ഞാൻ ബാംഗ്ലൂരായതുകൊണ്ട് എനിക്ക് കടകളിൽ നിന്ന് വാങ്ങിച്ച പൂവാണ് കിട്ടിയത്. അത് ദൈവത്തിൻ്റെ ഫോട്ടോത്തിന് വെച്ച പൂക്കളാണ്. മല്ലികയും ജമന്തിയും മുല്ലപ്പൂവും തുളസിയും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെമ്പരത്തിയും തുളസിയും പൂജക്കെടുക്കുന്ന പൂവാണ് ഏറ്റവും നല്ലത്. അത് കുറച്ചും കൂടി മെഡിസിൻ ഉണ്ടാവുന്ന പറയുന്ന കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പൂക്കൾ എടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പം നന്നായിട്ട് ഉണക്കിയിട്ട് 3 ദിവസത്തെ വെയിൽ വേണം. 3 ദിവസത്തെ വെയിൽ കൊണ്ട പൂക്കളാണിത്. 3 ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയി മിക്സിയിൽ പൊടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. ഇത് കുറച്ച് കർപ്പൂരം ചേർത്ത് പൊടിച്ചെടുത്തതാണ് ഈ കാണുന്ന പൊടി. അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കുറച്ച് റോസ് വാട്ടറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. റോസ് വാട്ടർ കുറവേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, പേടിക്കണ്ട. അതിൽ വെള്ളവും കൂടി ചേർക്കാം. റോസ് വാട്ടറും നെയ്യും കർപ്പൂരമൊക്കെ ചേർക്കുന്നത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഞാൻ അതിൽ മിക്സീൻ്റെ അടിയിൽ കുറച്ച് കർപ്പൂരം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാനും മറന്നുപോയി. അതിനുശേഷമാണ് വീഡിയോ എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായത്. ഇത് നന്നായിട്ട് നന്നായിട്ട് കുഴച്ചൊരു ഉണ്ട പിടിക്കാൻ പറ്റുന്ന പാവത്തിനായാൽ മാത്രമേ അവർ ചെയ്യുന്ന കാണുന്നില്ല. ഇത് ഇങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റുന്ന പാവമാണ്. ഇങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റിയ പാവായാൽ മാത്രമേ അതിൻ്റെ ഒരു ഇതില്ലേ, അതിൻ്റെ ഒരു രൂപം കിട്ടുള്ളൂ. ആ സ്തൂപം പോലെ എന്താ പറയുക, അങ്ങനെ ഒരു രൂപം കിട്ടുള്ളൂ. അത് 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം. നല്ല ഡ്രൈ ആയിട്ടുണ്ടാവണം. അത് എങ്കിൽ മാത്രമേ കത്തുള്ളൂ. ഇത് നല്ല വേനൽക്കാലല്ലേ. ഇപ്പം നിങ്ങൾക്ക് പൂക്കൾ ഉണക്കാനും ഇതുപോലെ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഇത് 3 ദിവസത്തെ വെയിൽ മാത്രമേ കൊണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയത്. ഇതന്നെ എനിക്ക് മഴക്കാലത്ത് കത്തിച്ച് കൊതുക് ശല്യം അകറ്റാനും നല്ല മണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ശരിക്കും ഇത് നെയ്യ് ചേർക്കുന്നത് കൊണ്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും.